ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് കൊച്ചി എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എല്ലാ വിൻഡോയും താവണം എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചി എത്തുമ്പോൾ എല്ലാ വിൻഡോയും ഓട്ടോമാറ്റിക് താവും. അത് എന്തിനാണ് എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ചില വാഹനങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ യൂസേഴ്സിന് തന്നെ അത്ഭുതമായിരിക്കും 5 കിലോമീറ്റർ മൈലേജുള്ള ഒരു വണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അത് എത്രമാത്രം പ്രാക്ടിക്കലാണ് എന്നുള്ളത്. മണി വൈസ് അല്ല, ഒരു പ്ലഷർ വൈസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഭൈ മോ വോ, അതൊരു ചൈനീസ് ഭാഷയാണ്. അതിൻ്റെ അർത്ഥം ഡോണ്ട് ടച്ച് മീ. വിയറ്റ്നാമിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രക്കിടയിൽ പരിചയപ്പെട്ട, ചൈനയിൽ നിന്ന് MBBS പഠനം പൂർത്തിയാക്കി വന്നുകൊണ്ടിരിക്കുന്ന ഏതാനും ചില സുഹൃത്തുക്കളിലെ സഫ്വാനും മുർഷിദും ഒക്കെയാണ് എൻ്റെ അടുത്ത് ആദ്യമായി ഈ ഒരു വാക്കിനെ കുറിച്ച് പറഞ്ഞത്. ചൈനയിൽ BMW വാഹനങ്ങളെ പൊതുവെ ചൈനക്കാർ ബൈ മൂവോ, അതായത് ഡോണ്ട് ടച്ച് മീ എന്നാണ് പ്രൊണൗൺസ് ചെയ്യാറുള്ളത് എന്നുള്ളത്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഇത് വളരെ പ്രീഷ്യസ് ആയിട്ട് ചൈനക്കാർ കാണുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാറാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ബൈ മോ, അതായത് ഒരു പ്രീഷ്യസ് ഹോഴ്സ് എന്നൊരർത്ഥത്തിലും BMW വാഹനങ്ങൾ അല്ലെങ്കിൽ BMW വാഹനങ്ങളെ ചൈനക്കാർ കാണാറുണ്ട് എന്നുള്ളൊരു കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ആ ഒരു അതിശയത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് BMW എന്ന് പറയുന്ന വാഹനങ്ങളുടെ എൻട്രി ലെവൽ പെർഫോമൻസ് വാഹനമായിട്ടുള്ള M2വിൻ്റെ 2023 എഡിഷൻ വാഹനത്തെയാണെങ്കിൽ 2024 എഡിഷൻ വാഹനത്തെയാണ് എന്ന് പറയാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. BMWവിൻ്റെ M2 സീരീസിൽ നേരത്തെ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഫേസ് ലിഫ്റ്റിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റാണ്. എന്നാൽ ഇതിൻ്റെ തൊട്ട് ശേഷം 2025 മോഡൽ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് എഞ്ചിൻ കാര്യങ്ങളാണ് കാര്യമായിട്ട് വ്യത്യാസം വരുന്നത്. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം, ഈ ബൈ മൂവോ എന്ന് പറയുന്ന, അതായത് ഡോണ്ട് ടച്ച് മീ എന്ന് പറയുന്ന ഒരു ആശയം ശരിക്ക് ഒരു ചൈനീസ് സംവിധായകന്റെ ക്രേസി സ്റ്റോൺ എന്ന് പറയുന്ന മൂവിയിലൂടെ ആട്ടോ വളരെ പ്രശസ്തമാവുന്നത്. അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് വരാം. ശരിക്കും M2 കാണാൻ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ചുകൂടി മസ്കുലാർ ആയിട്ടുണ്ട് എന്ന് പറയാം. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഫ്രണ്ട് ഫേഷ്യയാണ്. സാധാരണഗതിയിൽ നമ്മൾ BMW വാഹനങ്ങളിൽ കണ്ടുള്ള ആ ഒരു കിഡ്നി ഗ്രില്ലില്ലേ, അത് പലപ്പോഴും ഇപ്പം M4ലേക്കും M5ലേക്കും ഒക്കെ പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറയുന്നത് ഭയങ്കര വലുപ്പമാണെന്ന്. എന്നാൽ M2വിൽ അത് ചെറുതാക്കിയിട്ടുണ്ട്. ഇത് വളരെ ചെറുതായി പോയി. ചെറിയ 2 കിഡ്നി ഗ്രില്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബമ്പറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഗ്രസീവ് പാർട്ട് എന്ന് പറയാം. വലിയ ബമ്പറുകളാണ് അല്ലേ, വലിയ എയർ ഡാം യൂണിറ്റ് കൊടുത്തു. അതിനകത്ത് വലിയ ഒരു അല്ലേ നോക്കൂ, ആ ഇതളുകളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമുണ്ട്. ഇന്റർനാഷണൽ സ്പെക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അഡാസ് ഫീച്ചറുകൾ വന്നിട്ടില്ല, പ്ലെയിൻ ആണ്. ബട്ട് 4 സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ശരിക്കും വലിയ ബമ്പർ യൂണിറ്റ്, അതിനകത്ത് എല്ലാ ഏരിയയും ആക്റ്റീവായിട്ട് തരത്തിലുള്ള ഒരു എയർ ഡാം യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. BMWയുടെ ലോഗോ കാണാം. ചില മോഡലിനകത്ത് യാര എഡിഷൻ BMW ലോഗോ വരുന്നുണ്ട്. ഇത് ശരിക്കും സാധാരണ BMW തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണഗതിയിൽ BMW വാഹനത്തിന് 2 ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ ഉണ്ടാവാറുണ്ട്. ഇതിനകത്ത് 2 ഹെഡ്ലാമ്പ് യൂണിറ്റ് ഇല്ല, പകരം ഒറ്റ ഒന്നുള്ളൂ. അതിന് കാരണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പഴയ BMW വാഹനങ്ങൾ, അതായത് 2000-ലും 2002-ലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഹെറിറ്റേജിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് BMW സിംഗിൾ ഹെഡ്ലാമ്പ് യൂണിറ്റ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കും, മറ്റുള്ള മോഡൽ നോക്കിക്കഴിഞ്ഞാൽ 2 ചേംബർ ഹെഡ്ലാമ്പുകളാണ്. ഇതിനകത്ത് സിംഗിൾ ചേംബർ ഹെഡ്ലാമ്പാണ് വന്നിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന M2വിനേക്കാളും നീളത്തിൻ്റെയും വീതിയുടെയും കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. 73 മില്ലിമീറ്റർ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ ചെറിയ ഹൈറ്റും വിടുത്തും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സൈഡ് പ്രൊഫൈലിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ഏരിയ ആണ്. ശരിക്കും അതിങ്ങനെ ഫെൻഡറിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി നിൽക്കുന്ന തരത്തിലാണ് ഈ ഒരു താഴ്ഭാഗം കൊടുത്തേക്കുന്നത്. ആ ഒരു ലിപ്പ് എന്ന് പറയുന്ന ക്രമീകരണം. വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീലാണ്. അതിനകത്ത് ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ധാരാളം ഇതളുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. 19 ഇഞ്ച് വീലാണ്. നല്ല വീതിയുള്ള ടയറുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഹെഡ്ലാമ്പിന്റെ ഒരു ഹെറിറ്റേജ്, അതേപോലെ തന്നെ BMW ഇതിന്റെ സൈഡിൽ കൊടുത്തേക്കുന്ന ഹെറിറ്റേജ് ആണ് ഡോർ ഹാൻഡിൽസ്. അതായത് സാധാരണ വാഹനങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു പക്ഷേ പഴയ സെൻ വാഹനങ്ങളോടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ആ തരത്തിലുള്ള ഒരു ഡോർ ഹാൻഡിലാണ് ഇതിനകത്തേക്ക് വന്നേക്കുന്നത്. അതും ഒരു ഹെറിറ്റേജ് ലെഗസി ആയിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാം. റൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർബൺ ഫൈബർ റൂഫാണ്. കാരണം ഇത് കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയന്റഡ് വാഹനമാണ്. അതുകൊണ്ട് മാക്സിമം വെയിറ്റ് കുറക്കാൻ പറ്റുന്ന ഏരിയയിലൊക്കെ BMW വെയിറ്റ് കുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ റൂഫ്, അതായത് കാർബൺ ഫൈബർ റൂഫ് വരുന്നത്. സൺ റൂഫോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പക്ക ഒരു പെർഫോമൻസ് എൻട്രി ലെവൽ പെർഫോമൻസ് വാഹനം എന്ന് പറയാം. ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള അഗ്രസീവ്നെസ് ധാരാളം ഉണ്ട്. അത് ബാക്കിൽ നിന്ന് തുടങ്ങാം. ഇവിടെ നമുക്ക് ഡിഫ്യൂസർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണും. ശരിക്കും ഇതൊരു പക്ക ഡിഫ്യൂസർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എക്സോസ്റ്റ് കാണാം, 2ഉം ഫംഗ്ഷനിങ് ആണ്. അതായത് ഇവിടെ 2 ഫംഗ്ഷനിങ് ആണ്, അവിടെ 2 ഫംഗ്ഷനിങ് ആണ്. മൊത്തം കോഡ് എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ വ്യൂവിന്റെ ഭാഗം കാണാം. അതുപോലെ തന്നെ ഒരു റിയർ സ്പോയിലർ കാണാം. സ്പോയിലർ പക്ക കാർബൺ ഫൈബറിനകത്ത് മോൾഡ് ചെയ്തെടുത്തേക്കണം. ടെയിൽ ലാമ്പ് യൂണിറ്റും നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെയുള്ള ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബമ്പർ യൂണിറ്റ് നോക്കിയാൽ
ഭയങ്കര അഗ്രസീവ് ആണല്ലേ. നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഏറെക്കുറെ സെയിം ആയിട്ടുള്ള ഒരു ബമ്പർ കൂടിയിട്ടാണ്, ഡിസൈൻ വ്യത്യാസം. എന്നാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അഗ്രസീവ് ആയിട്ടുള്ള ബമ്പർ. അതിനകത്ത് സെൻസറും അതുപോലെ തന്നെ റിഫ്ലക്ഷൻ യൂണിറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും നമുക്ക് 4 പാർക്കിംഗ് സെൻസറുകളാണ്. ഈ ബൂട്ടിനെ കുറിച്ച് പറയാം. 360 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനകത്ത് വന്നുള്ളത്. സാധാരണഗതിയിലുള്ള ഒരു ഡീസന്റ് സ്പേസ് എന്ന് പറയാം. അതായത് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വാഹനം. ലഗേജ് ഒക്കെ കൊള്ളാൻ പറ്റുന്ന ഹൈഡ്രോളിക് സ്ട്രട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക് ക്ലോസിങ്ങും ഓട്ടോമാറ്റിക് ഓപ്പണിങ്ങും അല്ല, മാനുവൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ സ്ട്രട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈസ് ആ ഒരു ക്ലോസിംഗ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിഫോഗർ ലൈൻസും ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ബാക്കിൽ വൈപ്പർ മിസ്സാണ്. പക്ഷേ ഷാർഫിൻ ആന്റിനയുടെ ഭാഗം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഇതിന്റെ ഇന്റീരിയറിലേക്ക് പോവാം. ഇന്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇത് 4 സീറ്റർ വാഹനമാണ്, എന്നാൽ 3 ഡോറാണ്. അതായത് ബൂട്ടടക്കം 3 ഡോറുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇന്റീരിയർ വരുന്നത്. ഒരു ബ്ലാക്ക് ഇന്റീരിയർ എന്ന് പറയുമ്പോൾ തന്നെ ഇതിനൊപ്പം ഇതിന്റെ ഒരു എം കളറുകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാം. അത് പല സ്ഥലങ്ങളിലുണ്ട്. അത് എവിടെ നിന്ന് തുടങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങാം. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു എം കളറിങ് കാണാം അല്ലേ. ഒരു എം കളർ ഇങ്ങനെ വാരി എറിഞ്ഞ പോലെ. എം കളർ എന്ന് പറഞ്ഞാൽ ഈ 3 കളറിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ നോക്കി, ഇതാണ് എം കളർ. അത് നമുക്കിവിടെ കാണാം. ഇത് ഇവിടെ കാണാം. ഇനി അടുത്തത് ഇവിടെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റിൽ കാണാം. ഓക്കെ, അതേപോലെ സീറ്റിൽ കാണാം. സ്റ്റിയറിംഗ് വീലിന്റെ ടിപ്പിൽ കാണാം. അതായത് ഈ സ്റ്റിച്ചിങ് എം കളറാണ്. ഗിയർ നോബിൻ്റെതും ആ കളറാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ആ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. സീറ്റിനെ കുറിച്ച് കൂടി പറയാം. ഒരു ബക്കറ്റ് സീറ്റാണ്. കുറച്ചും കൂടി സ്പോർട്ടി ഒക്കെ ആയിട്ടുള്ള ഇന്റർനാഷണൽ സ്പെക്കിൽ ചിലയിടത്ത് കാർബൺ ഫൈബർ ബാക്ക് ആയിട്ടുള്ള സീറ്റ് വരുന്നുണ്ട്. ഇത് കാർബൺ ഫൈബർ അല്ല, പക്ഷേ സ്റ്റിൽ ഒരു ബക്കറ്റ് സീറ്റാണ്. ഒരു പെർഫോമൻസ് സീറ്റിൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു സീറ്റ്. ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ബാക്കിലത്തെ സീറ്റ് ഞാൻ പറഞ്ഞിട്ട് മുന്നിലേക്ക് കയറാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത് തോന്നുന്നു. ഇങ്ങനെയാണ് നമ്മൾ ബാക്കിലത്തെ സീറ്റിലേക്ക് വരുന്നത്. ഇത് ഇലക്ട്രിക്കലി ഓട്ടോമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യും. ബാക്കിൽ 2 ആളുകൾക്ക് ഇരിക്കാം. പക്ഷേ അത് എങ്ങനത്തെ ആളുകൾ ഇരിക്കും എന്നുള്ളതിലൊരു കൺഫ്യൂഷൻ ശരിക്കുമുണ്ട്. ഞാൻ ജസ്റ്റ് കയറി കാണിക്കാം. ഓക്കെയാണ്. ഇനി ഇത് ബാക്ക് ആക്കി കഴിഞ്ഞാൽ അത് ബാക്കിലേക്ക് വരുന്നുണ്ട്. ഇതാണിപ്പോൾ മറ്റേ ഡ്രൈവറുടെ. പക്ഷേ ഇത് വെച്ചിട്ട് എനിക്ക് കാൽ വൈസ് ഓക്കെയാണ്, പക്ഷേ എൻ്റെ തലവൈസ് ഞാൻ അത്ര ഓക്കെ അല്ല. ഇതിവിടെ തട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരമൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ കുറഞ്ഞ സമയമൊക്കെ എനിക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ അത്ര നീളമില്ലാത്ത ആളുകൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഞാനൊരു 6 അടി ഉയരക്കാരനാണ്. അപ്പം ടോൾമാൻ പ്രോബ്ലം ആയിട്ട് അത് മാറും. ഇവിടെ നമുക്ക് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹുക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടുകൾ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസും AC വെന്റും കൊടുത്തിട്ടുണ്ട്. ഇനി കപ്പ് ഹോൾഡർ അല്ല, ഇത് ബാക്കിലേക്കുള്ള ആക്സസ് ആണ്. ബൂട്ട് സ്പേസിലേക്കുള്ള കപ്പ് ഹോൾഡർ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ USB ഫോട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്തില്ല. ഇറങ്ങാനും കയറാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലേക്ക് വരും. ഇനി ഞാൻ ഈ സീറ്റിൽ കയറിയിരിക്കാം. ഫ്രണ്ടിൽ ഇത് എക്സ്റ്റൻഡബിൾ തൈ സപ്പോർട്ട് ഉണ്ടല്ലോ അല്ലേ. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് സീറ്റാണ്. ആ ഒരു പുഷ് ബാക്ക് ഒക്കെ നന്നായിട്ട് കിട്ടാനത് സഹായിക്കും. ബാക്കിൽ നമ്മൾ തല മുട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമുക്ക് തല മുട്ടുന്നൊന്നുമില്ല. 5 വിരൽ ഗ്യാപ്പ് ശരിക്കും ഇവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും എന്തൊക്കെയോ ഒരു ചെറിയ തടസ്സം എനിക്ക് ഈ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐ ഡയറക്ഷൻ്റെ കറക്റ്റാണ് ഈ റൂഫ് വന്ന് എൻ്റെ ചെയ്യുന്നത്. ഗ്ലാസ് കുറച്ചുകൂടി താഴത്തേക്കാണ്. പക്ഷെ വിസിബിലിറ്റി ഓക്കെയാണ്. ചെറിയൊരു തടസ്സം, അത് അതിനടുത്ത് പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള ഒരു ബട്ടണും കാണാം കേട്ടോ. ഡോർ സൈഡിൽ തന്നെയാണ് കൊടുത്തേക്കണേ. ഡോറിൻ്റെ ഈ ഭാഗമൊക്കെ പ്ലാസ്റ്റിക് ആണ്. അതുപോലെ ഇത് ലെതറാണ്. ഡോർ ലോക്ക് ആൻഡ് ലോക്ക് മെമ്മറി ഫങ്ഷൻസ് ഒക്കെ നമുക്കവിടെ കാണാം. ഇതും പ്ലാസ്റ്റിക് ആണ്. നൈസ്. സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ ഫൈബർ മിക്സഡ് സ്റ്റിയറിംഗ് വീലാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ കാർബൺ ഫൈബറിനകത്താണ്. പക്ഷേ ഇതിനകത്ത് അഡാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് ഒന്നും തന്നെ ഇതിനകത്ത് വന്നിട്ടില്ല. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. BMW ലോഗോ കാണാം. ലെതർ റാപ്പിഡ് ആണ്. അത്യാവശ്യം ഒരു പെർഫോമൻസ് സ്റ്റിയറിംഗ് ആ ഒരു ഫീലിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും നമുക്കിവിടെ കാണാം. അത് സാധാരണഗതിയിലുള്ള BMW തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും പറയില്ല. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ്. അതിനകത്ത് ഡ്രൈവ് മോഡ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ M1 M2 ഉണ്ടല്ലേ. ഇത് നമുക്ക് ഡ്രൈവ് മോഡ്സ് ആണ്. M1 M2 എന്നിട്ട് നമുക്ക് മോഡുകൾ ചേഞ്ച് ചെയ്യാം. ആക്സലറേഷൻ്റെ ആ ഒരു സൗണ്ട്, എക്സോസിൻ്റെ ആ ഒരു സൗണ്ട് പോലും ചേഞ്ച് ആവുന്നുണ്ട് ചെറുതായിട്ട്. AC വെന്റുകളിലൂടെ കാണാം. അതിനകത്തൊരു സിൽവർ ഗാർണിഷ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ യൂണിറ്റും കാണാൻ പറ്റും. ഇനി ഡാഷ്ബോർഡിന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാർബൺ ഫൈബർ എലമെന്റുകൾ കാണാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ തന്നെ ക്ലൈമറ്റിന്റെ റിയർ പൊസിഷനും കാര്യങ്ങളും. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ്, USB ചാർജിങ്, 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്.
നൈസ്. അതുപോലെ ട്രാൻസ്മിഷൻ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പാർക്ക് ബ്രേക്ക്, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, മോഡ് സെറ്റപ്പ്, എക്സോസ്റ്റ് അതിലേക്ക് തുടങ്ങാം. എക്സോസ്റ്റ് ഇപ്പോൾ എക്സോസ്റ്റ് ഓഫായി. എക്സോസ്റ്റ് ഓഫ് ആവുന്ന സമയത്ത് ഇവിടെ തന്നെ കേട്ടോ മൈക്ക് എൻ്റെ കയ്യിലുള്ളത്. ഇതാണ് നോർമൽ എക്സോസ്റ്റ്. ഇനി രണ്ട് എക്സോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കമ്പനി ഫിറ്റഡ് ആണ്, MVDനെ പേടിക്കേണ്ട. ആ കമൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഓക്കെ റൈറ്റ്. ഇനി ആംബ്രസ്റ്റിന് താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസും അതുപോലെ USB പോർട്ടൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മെനു എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് കാണാം. അതിന് ഈ ഏറ്റവും എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റഡ് വിൻഡോ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഓട്ടോമാറ്റഡ് വിൻഡോ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആക്ടിവേറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ദ വിൻഡോ അറ്റ് സെലക്ടഡ് ലൊക്കേഷൻസ്. അതായത് നമുക്ക് ചില ലൊക്കേഷനിൽ ഈ വിൻഡോ ഓട്ടോമാറ്റിക് ഡൗൺ ആവണമെന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് കൊച്ചി എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എല്ലാ വിൻഡോയും താവണം എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചി എത്തുമ്പോൾ എല്ലാ വിൻഡോയും ഓട്ടോമാറ്റിക് താവും. അത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. ഓക്കെ, ഇതിവിടെ ഓട്ടോമാറ്റിക് ഡൈനറ്റ് അഡ്ജസ്റ്റിംഗ്, റിയർ വ്യൂ മിറർ, ലാമ്പ് സിസ്റ്റം, SOS ബട്ടൺ, ഷെയ്ഡ്സിനകത്ത് മിറർ ആൻഡ് ലാമ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൂഫ് ബ്ലാക്ക് ആക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രില്യൻറ്റ് മൂവ്. സീറ്റിംഗ് പൊസിഷനൊക്കെ നോക്കൂ, നൈസ് അല്ലേ? നല്ല കൂളായിട്ട് ചില്ലായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് എൻജിൻ ഒരു 3 ലിറ്റർ 6 സിലിണ്ടർ സ്ട്രൈറ്റ് എൻജിനാണ്. ഇവിടെ നമ്മൾ 6 ആണ്ടില്ല 6. ഇത് ശരിക്കും ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് യൂണിവേഴ്സൽ സിമ്പിളാണെന്ന് പറയാം അല്ലേ? എല്ലാത്തിനകത്തും എത്ര സിലിണ്ടർ ഉണ്ട് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഡിസൈൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ചേസിസ് ബ്രേസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എൻജിൻ ഒരു സപ്പോർട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. നൈസ്, അടിപൊളി എൻജിനാണ് എന്ന് പറയാം. അതായത് കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ പെർഫോമൻസിന് സഹായിക്കും. 2023 M2ലേക്ക് വരുന്ന സമയത്ത് 453 ഹോഴ്സ് പവറും 550 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിച്ചത്. എന്നാൽ 2025 ഫേസ് ലിഫ്റ്റിലേക്ക് വന്ന സമയത്ത് അത് 473 ഹോഴ്സ് പവറും 600 Nm ടോർക്കും ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് എഞ്ചിൻ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ M2നെ വേണമെങ്കിൽ നമുക്ക് എൻട്രി ലെവൽ പെർഫോമൻസ് വാഹനം എന്നൊക്കെ വിശേഷിപ്പിക്കാം. ബട്ട് സ്റ്റിൽ ബിലീവ് മീ, ഇറ്റ്സ് നോട്ട് ആൻ എൻട്രി. ശരിക്കും നല്ല പെർഫോമൻസ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് എൻട്രി എന്ന് അവർ പറയുന്നത് അവരുടെ ഏറ്റവും ചെറിയ എന്നൊക്കെയുള്ള ഒരു ലൈനപ്പിലാട്ടോ. നൈസ്. 8 സ്പീഡ് ഓട്ടോമാറ്റിക്കിനകത്തും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനകത്തും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ ഓപ്ഷനും ഇതിന് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഏറെക്കുറെ 1 കോടി രൂപയാണ് ഈ വാഹനത്തിന് വില വരുന്നത്. ഇനി ഇത്രയാണ് നമുക്കിതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറുകളൊക്കെ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓണറെ ഒന്ന് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. സോ ഇതാണ് ദീപക്. ഹായ്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊന്ന് 5-6 മാസമായില്ലേ? ഒരു 6-7 മനസ്സായി. പക്ഷേ പുള്ളി ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെയാണ് ശരിക്കും ഈ വാഹനം. യുമെഡ് എന്ന് പറയുന്ന പാലക്കാടിലെ ഹോസ്പിറ്റലിൻ്റെ ഓണർ കൂടിയാണ് ഇദ്ദേഹം. അതാണ് ആദ്യം പറയേണ്ടിയിരുന്നത്, പക്ഷേ വിട്ടുപോയി. പിന്നെ പ്രൊഫഷണലി എംബ്രിയോളജിസ്റ്റ് IVF ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, നിങ്ങൾ പ്രൊഫഷൻ റിലേറ്റഡ് അല്ല, മോസ്റ്റ്ലി നമ്മളുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആണ്. M2 അതാണ് നമ്മുടെ ടോക്കിംഗ് പോയിന്റ്. ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടി ഏതായിരുന്നു ശരിക്കും? M2 എടുക്കുന്നതിന് മുമ്പ് 530 ആയിരുന്നു. പിന്നെ കൂപ്പർ യൂസ് ചെയ്തു. അതൊന്ന് M2ലേക്ക് മാറാൻ ഒരു തീരുമാനം എടുത്ത മൊമെന്റ് ഉണ്ടാവില്ല, അതെന്തായിരുന്നു ശരിക്കും? വെരി സിമ്പിൾ. എല്ലാവർക്കും ഒരു എപ്പോഴും ആഗ്രഹമുള്ള ഒരു കാറാണ്. എനി മോട്ടോർ സ്പോർട്ട് എൻതൂസിയാസ്റ്റിന് ലിസ്റ്റിലുള്ള വണ്ടിയാണ്. അപ്പൊ അതെനിക്ക് മേടിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തോന്നിയതുകൊണ്ട് എടുത്തു. ഇപ്പൊ ഒരു 530യും M2 ഒക്കെ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഒരു ഫാമിലി തന്നെയാണ്. പക്ഷെ അതിന്റെ മെയിൻലി ഡിഫറൻസ് ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ എപ്പോഴും പറയേണ്ടത്. അങ്ങനെ ഒരു ക്യാരക്ടർ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാൻ പറ്റും? ആസ് യു സെഡ്, ഇപ്പൊ ഒരു BMW യൂസ് ചെയ്യുന്നവർക്ക് ആ ഒരു ക്യാരക്ടറാണ് ഇഷ്ടാവുക. അതെ, ആ ഒരു പാത്തിലായിരിക്കും ഇഷ്ടാവുക. ആൻഡ് അതിൽ തന്നെ ഏറ്റവും നല്ല അഗ്രസീവ് മോഡ് തരുന്ന ഒരു M കാർസ് ആണ്. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ചെയ്യാനും ഫസ്റ്റ് M കാറാണ് എന്റേത്. ഫസ്റ്റ് M കാറാണ്. സോ സാധാരണയിൽ നിന്ന് ഏറ്റവും വ്യത്യാസമായിട്ട് പറയുന്നത് ഡ്രൈവിംഗ് എർഗണോമിക്സ് തന്നെ ആയിരിക്കും. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. മൈലേജ് ഒരു 5-6 ഒക്കെ കിട്ടും. 7 മാക്സിമം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ചില വാഹനങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെ യൂസേഴ്സിന് തന്നെ അത്ഭുതമായിരിക്കും 5 കിലോമീറ്റർ മൈലേജുള്ള ഒരു വണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളത്. മണി വൈസ് അല്ല, ഒരു പ്ലഷർ വൈസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ നമ്മൾ മൈലേജ് സംസാരിക്കുന്ന ഈ വണ്ടിക്ക് ആക്ച്വലി ഒരു പോയിന്റ് അല്ല. ഇത്രയും പെർഫോമൻസ് തരാൻ പറ്റുന്ന ഒരു വെഹിക്കിളിന് അതായിരിക്കും എന്നുള്ളതാണ്. യെസ്, നമ്മള് ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോ എന്തായാലും എത്രയാണ് മൈലേജ് എന്നൊക്കെ ചോദിക്കും. ബട്ട് ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ മൈലേജ് നമ്മൾ മറക്കും എന്നുള്ളതായിരിക്കും. കറക്റ്റ് അല്ലേ?
അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലായിരിക്കും. നല്ല പവർ ഡെലിവറിയും ഒക്കെ തരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് മൈലേജ് ഇല്ലാത്തത്. പിന്നെ ഈ വണ്ടിയുടെ നമ്പർ KL09AY0036 എന്നുള്ളതാണ്. ഇതിന് പിന്നെ ഒരു കഥയുണ്ടെന്ന് നിങ്ങളുടെ സുഹൃത്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു. എന്താണ് ശരിക്കും ആ കഥ? എനിക്ക് മനസ്സിലായി. ഇല്ല, അങ്ങനെ സ്പെഷ്യൽ കഥയൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് 9 എന്നുള്ളൊരു നമ്പർ ഫാമിലിക്ക് വരണം എന്നുള്ളതുകൊണ്ട് എടുത്തു. പിന്നെ എനിക്കൊരു 2 ഡിജിറ്റ് നമ്പർ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അറിയാത്തൊരു കഥയാണ് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത്. അതായത് ഒരു 3 ലിറ്റർ 6 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് ഉണ്ടല്ലേ? നിങ്ങൾ പറഞ്ഞു. ഓർത്തില്ല. യെസ്, 3 ലിറ്റർ 6 സിലിണ്ടർ. എന്റെ ഫ്രണ്ടിന്റെ ഒരു SRT കാറുണ്ട്. അപ്പൊ അതില് പുള്ളി അത് നമ്മളെല്ലാരും കൂടെ തീരുമാനിച്ച വണ്ടി അങ്ങ് വാങ്ങിച്ചു. വണ്ടി വാങ്ങിച്ചതിന് ശേഷം ഇങ്ങനെ പുള്ളിക്ക് മനസ്സിലായില്ല, അതിന്റെ നമ്പർ 6400 ആയിരുന്നു. പിന്നെയാണ് ആൾ ആലോചിച്ചെടുത്തത്, ശരിയാണല്ലോ ഈ വണ്ടി 6.4 ലിറ്റർ ആ ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആണല്ലോ അതിൽ. അത് യാദൃശ്ചികമായി സംഭവിച്ചാണ്, അങ്ങനെ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഓർത്ത് വെക്കാത്തത്. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അടുത്തൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഏതിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ്. ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഏതിലേക്ക് മൂവ് ചോദിച്ചാൽ കുറെ വണ്ടി മനസ്സിലുണ്ട്. ഏറ്റവും ഫസ്റ്റ് ഓർമ്മ വരുന്നതായിരിക്കും M5 മനസ്സിലുണ്ട്. പിന്നെ അതിനു മുമ്പ് എനിക്ക് ഒരു 911 താല്പര്യമുണ്ട്. GT3 ആണോ GT3 RS ആണോ? ഞാൻ പോർഷേസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ പോർഷേസ് ഉണ്ട്, ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പോർഷേസ് ഒക്കെ ഓടിക്കാറുണ്ട്. പക്ഷെ അതില് എന്താ പറയാ, ഇപ്പൊ ഒരു 911 എന്നുള്ള ഒരു കാറ്റഗറി നമ്മളിപ്പോ ഒരു നേരെ GT3 എടുക്കാൻ പകരം സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പതുക്കെ എനിക്കൊരു ബ്രാൻഡും ആ ഒരു പ്ലാനിലാണ്. പെട്ടെന്ന് പോയിട്ട് GT3 എടുക്കൽ കുറച്ച് ടാസ്ക് ആണ്. അത് വേറെ, ബട്ട് ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഇപ്പൊ BMWs ആണെങ്കിലും സെയിം ആയിരുന്നു. ഒരു ഇനീഷ്യലി ഒരു 3 സീരീസ് ഉണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ F10 520. പിന്നെ F10 520 ഓടിച്ച എല്ലാവർക്കും എപ്പോഴും ഒരു ആഗ്രഹമായിരിക്കും 530 ഓടിക്കണം. 520 മേടിച്ച ആൾക്ക് 530 ആ ഒരു അപ്ഗ്രേഡേഷൻ ഗ്രാജുവൽ ആയിരുന്നു. യെസ്, കറക്റ്റ്. തന്നെ എനിക്ക് ആ ഒരു ഇതിന്റെ ഒരു സ്ട്രക്ചർ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഡിഫറൻസ് ഇതിന്റെ ലോവർ എൻഡ് കാർ ടു BMWസിന്റെ ഹയർ എൻഡ് കാർസ് M വരെയുള്ള കഥ ഡിഫറൻസ് ഞാൻ നല്ലോണം ഫീൽ ചെയ്തു. എങ്ങനെ റെഗുലർലി ചേഞ്ച് ചെയ്യാറുണ്ടോ അതോ ഫീൽ ആവുന്ന സമയത്താണോ ചേഞ്ച് ചെയ്യുക? ഒരു 3 ഇയേഴ്സിനുള്ളിൽ 4 ഇയേഴ്സ് ചേഞ്ച് ചെയ്യാറുണ്ട്. എല്ലാം കൂടെ എല്ലാ ഫാക്ടറും വെച്ചിട്ട് 4 ഇയേഴ്സ് കൂടുമ്പോൾ മാറ്റും. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാലും നിങ്ങളുടെ എക്സ്പീരിയൻസ്. എന്തായാലും ആദ്യം സോറിയാണ് പറയേണ്ടത്, കാരണം കുറെ കാലം അത് പ്രശ്നമില്ല, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ചാനൽ ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരിലൊക്കെ തന്നെ ആണെങ്കിലും ഇത് വളർത്തി ഞങ്ങളെ കാണുന്ന ആൾക്കാരും പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി എനിക്കിങ്ങനെ ഒരു എന്തൂസിയാസം ഉണ്ട്, ആഗ്രഹമുണ്ട്. അങ്ങനെ പോയി ഡീലർഷിപ്പിൽ വണ്ടി വെച്ചാൽ ഡീലർഷിപ്പ് തരില്ല, പ്രത്യേകിച്ച് എക്സോട്ടിക് വണ്ടികൾ തരില്ല. പക്ഷെ ആ സമയത്ത് എൻ്റെ നാട്ടിലുള്ള ഇതുപോലെ നിങ്ങളെപ്പോലുള്ള ആളുകൾ, വണ്ടി എടുത്ത ആളുകൾ നമുക്ക് സമയം തന്ന് അവരെ സമയത്തിൽ നിന്ന് അവരെ വണ്ടിയും തന്ന് നമ്മളെ കൂടെ നിന്ന് ചെയ്ത് ആണ് ഈ ചാനൽ വലുതായത്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഈ ചാനൽ വളർത്തിയത്, അതിൽ ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഇത് ആക്ച്വലി വെഹിക്കിൾസ് ഒക്കെ ഇപ്പൊ റോട്ടിൽ നിറയെ കാർസ് ഉണ്ട്, നിറയെ നല്ല കാർസ് ഉണ്ട്, സൂപ്പർ കാർസ് ഉണ്ട്, ഇഷ്ടംമാതിരി സൂപ്പർ കാർസ്. പക്ഷെ എല്ലാവരും തന്നോളന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം. പക്ഷെ നിങ്ങൾ ഇതുപോലത്തെ വ്ളോഗിങ് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും കൂടുതൽ ഇതിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത്. ആണ്, പക്ഷെ പലർക്കും പല ലിമിറ്റേഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നല്ലാണ്ട് യൂട്യൂബും ഇതെല്ലാം സ്ക്രോൾ ചെയ്യുമ്പോ ഞാനും പണ്ട് വണ്ടികളെ കുറിച്ചൊക്കെ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ തന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഭയങ്കര തിരക്കുള്ള ആളാണ്. ഹോസ്പിറ്റലിന്റെ ബാക്കിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്ര ഷൂട്ട് ചെയ്യുമ്പോൾ വലിയ ഹോസ്പിറ്റലായിരുന്നു, അവിടുന്ന് ഇറങ്ങി വന്നിട്ടാണ് നമുക്ക് സമയമൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്. നമ്മുടെ ചാനലിന്റെ വളർച്ചയിലെ വലിയ സ്റ്റെപ്സും അത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. താങ്ക്സ്. ഞാൻ അങ്ങോട്ടാണ് നന്ദി പറയുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത് M2നെ കുറിച്ചാണ്, അതിനെക്കുറിച്ചുള്ള പ്രത്യേകതകൾ, അതിൻ്റെ ഓർഡറിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ, അവരെടുക്കാണ്ടായ കാരണങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.